ഞങ്ങളുടെ കോൺവെൻറ്റ് സ്കൂളാണ്, എല്ലാം പഠിച്ച് കേൾപ്പിച്ചിട്ടേ വിടുകയുള്ളൂ. അപ്പോൾ ഇരുട്ടാവും വരുമ്പോൾ. അപ്പോൾ ഞാൻ ആ കാവുകളുടെ നടുക്കൂടി വരുമ്പോൾ കാവിലേക്ക് നോക്കിക്കൊണ്ട് ഞാൻ പറയും, എന്തെങ്കിലും ഇതുപോലെ ഞാൻ കേട്ടതുപോലെ എന്തെങ്കിലും ശക്തികളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ എന്നെ കാണിച്ചു തരണം, എന്തെങ്കിലും രൂപത്തിൽ എന്നെ കാണിച്ചു തരണം. അങ്ങനെ ഞാനത് ഞാൻ വിറച്ചിട്ടാണ്, ഞാൻ ചെറുപ്പമാണല്ലോ. പക്ഷേ എനിക്കൊരു ആശ്രമം പോലെ ഒരു സ്ഥലം, ഇടം ഒരുക്കണം എന്നാണ് എൻ്റെ ഇനിയുള്ള ആഗ്രഹം. ഞാൻ ജോലി ചെയ്യുന്നതൊക്കെ ഇനി അതിനു വേണ്ടിയാണ്, അങ്ങനെ ഒരു ഇടം ഒരുക്കുക എന്നുള്ളത്. അവിടെ വന്ന് താമസിക്കാനും ദീക്ഷ എടുക്കാനും പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ഒരു സ്ഥലം, സമാധാനപരമായിട്ട് ആർക്കും എപ്പോഴും അവിടെ വന്നിരുന്ന് മെഡിറ്റേഷൻ ചെയ്യാനൊക്കെ പറ്റുന്ന, പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന ഒരിടം. ഇപ്പം അങ്ങനെയല്ലല്ലോ, എല്ലാവർക്കും ഇരിക്കാൻ പറ്റില്ലല്ലോ. പഠിക്കാൻ വരുന്ന ബാച്ചും പിന്നെ ഏതാനും പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഇപ്പം അവിടെ ഉള്ളൂ. പക്ഷെ അങ്ങനെയുള്ള ഒരു ആശ്രമം തുല്യമായിട്ടുള്ളൊരു സ്ഥലം ഒരുക്കണം എന്നാണ് ഇനിയുള്ള എൻ്റെ ആഗ്രഹം. ഈ ദീക്ഷ കൊടുക്കുന്ന സമയത്തെ മാം ഓരോരുത്തർക്ക് രീതിയിൽ പ്രാർത്ഥിച്ച് അങ്ങനെ ദീക്ഷ കൊടുക്കുമ്പോൾ പ്രാർത്ഥിച്ചല്ല, അതിന് തന്ത്രദീക്ഷ പ്രത്യേക പ്രൊസീജിയർ ഉണ്ട്. അത് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ കർമ്മ ക്ലെൻസ് ആവുന്ന കാര്യമൊക്കെ മാം പറഞ്ഞല്ലോ. പിന്നെ സഹസ്രാരം വഴി നമ്മൾ യൂണിവേഴ്സുമായിട്ട് കണക്ട് ആവുന്ന കാര്യം പറയുന്നുണ്ട്. അപ്പം അതൊക്കെ ആ നിമിഷം ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിയിൽ ആ ട്രാൻസ്ഫോർമേഷൻ മാമിന് ഫീൽ ചെയ്യാൻ പറ്റുമോ, അറിയാൻ പറ്റുമോ? നമ്മൾ ഒരാളിൽ അവരുടെ സഹസ്രാരത്തിൽ ടച്ച് ചെയ്യുമ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ എത്ര പവറുണ്ട്, എത്ര ബ്ലോക്കുകളുണ്ടോ, എത്രമാത്രം ചിലരുടെയൊക്കെ ടച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും ബോഡി. നല്ല സാധനയൊക്കെ അതിന് മുന്നേ സാധനങ്ങളൊക്കെ ഉള്ള ആൾക്കാരെ ടച്ച് ചെയ്യുമ്പോഴേ അറിയാൻ സാധിക്കും. പിന്നെ പലരും നമുക്ക് അടുത്ത് വരുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും. അടുത്ത് വരുമ്പോഴും നമ്മുടെ മുന്നിലിരുന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ റെക്കി പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രത്യേക, കാരണം നമ്മൾ എനർജി മാത്രമാണല്ലോ. നമ്മൾ ഇപ്പോൾ റെക്കി ഹീലിംഗ് ചെയ്യുന്നൊരു കാലമുണ്ടായിരുന്നു 2010 ധാരാളം ആൾക്കാർക്ക് എന്നുവെച്ചാൽ അങ്ങനെ മരുന്നുകൊണ്ട് മാറാൻ പറ്റാത്ത, സർജറി കൊണ്ടും മാറ്റാൻ പറ്റാത്ത രോഗികൾക്കെല്ലാം അങ്ങനെയുള്ള കേസ് നോക്കിയിട്ട് ഞാൻ ഹീലിംഗ് ചെയ്യും. അപ്പോൾ എൻ്റെ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ഗവൺമെൻറ് ആശുപത്രിയിൽ വരുന്നത്, അതും താലൂക്ക് ആശുപത്രി ആയതുകൊണ്ട് തന്നെ ഒരുപാട് റെഫറൽ കേസുകൾ വരും. പിന്നെ അതുപോലെ സിവിയർ ആൻഡ് ക്രോണിക് കേസുകളൊക്കെ വരും. അങ്ങനെയുള്ള ക്യാൻസർ വരെ അങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ ഞാൻ അവർക്ക് റെക്കി കൂടെ കൊടുത്തിരുന്നു. 2006-നും 2010-നും ഉള്ളിൽ ഒരുപാട് ആയിരക്കണക്കിന് കേസുകൾ ഞാൻ റെക്കി കൊടുത്തിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം ഒരു 8-10 പേർക്കൊക്കെ റെക്കി കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്, അപ്പോൾ അത്ര സമയവും ഒരാൾക്ക് അരമണിക്കൂറാണ് കൊടുക്കുക. അപ്പോൾ അവരുടെ ചക്രാസിലെല്ലാം യന്ത്രങ്ങൾ വരച്ച് മന്ത്രം, അത്ര സമയം മന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കണം. യന്ത്രം വിഷ്വലൈസ് ചെയ്ത് മന്ത്രം ജപിക്കുക. അപ്പോഴാണ് യൂണിവേഴ്സ് പവർ നമ്മളിലൂടെ ഫ്ലോ ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു 5 മണിക്കൂറൊക്കെ അടുപ്പിച്ച് ഇറക്കി കൊടുക്കുമ്പോൾ ഇത്രയും സമയം നമ്മൾ ഈ ഒരു മന്ത്രജപത്തിലും ആ ഒരു ഫ്ലോയിലും നിൽക്കണം. നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിട്ടാണ് മറ്റൊരാളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത്രയും സമയം ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് എന്നെ ഫീൽ ചെയ്യുന്നത് ഇതൊരു എനർജി മാത്രമാണ്. ഒരു വെയ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു അപ്പൂപ്പൻ താടി പോലെ ഞാനിങ്ങനെ നടക്കുകയല്ല, പറന്നു പോവുകയാണെന്ന് ഇങ്ങനെ തോന്നും. അങ്ങനെയാണ് നമ്മുടെ ബോഡി ആയിത്തീരുക. മാം, അതുപോലെ റേക്കി ദീക്ഷ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഹീലിംഗ് കൊടുക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് ഉള്ള കർമ്മദോഷം അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ദോഷങ്ങൾ അത് ആ ഹീലറിനെ ബാധിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അനേകം ഹീലേഴ്സ് അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അവരെ ഏതെങ്കിലും രോഗമായിട്ട് ബാധിച്ചു അല്ലെങ്കിൽ അവരുടെ കർമ്മദോഷത്തിൻ്റെ എത്ര ശതമാനം അവർക്ക് കിട്ടി. അപ്പോൾ ആ എനർജി ബാലൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൈസ എക്സ്ചേഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് രീതിയിലൊക്കെ കാര്യങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അപ്പം അങ്ങനെ കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ മാമിന് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഈ പറയുന്നത് തികച്ചും തെറ്റാണ്. കാരണം 2002 ഞാൻ ദീക്ഷ എടുക്കുന്നു. അതിനുശേഷം 2010 വരെ അനേകം പേർക്ക് ഞാൻ ഹീലിംഗ് ചെയ്തിട്ടുണ്ട്. 2006 മുതൽ ഇതുവരെ 3600-ലധികം പേർക്ക് ദീക്ഷ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ എനിക്ക് ഒരു ജലദോഷം പോലും വന്നിട്ടില്ല. മാത്രമല്ല, നമ്മളൊരു കുടത്തിൽ നിന്നും ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുകയാണ്. ആ ഗ്ലാസ്സിൽ വിഷമാണ് ഇരിക്കുന്നതെന്ന് വെക്കട്ടെ. ആ ഗ്ലാസ്സിൽ നിന്ന് വിഷം കുടത്തിലേക്ക് ആ വെള്ളത്തിലൂടെ കലരുമോ? ഇല്ലല്ലോ, ഒരിക്കലും ഇല്ല. അതേപോലെ തന്നെയാണ് നമ്മൾ യൂണിവേഴ്സ് പവറിനെ നമ്മളിലൂടെ എടുത്ത് മറ്റൊന്നിലേക്ക് കൊടുക്കുന്നു. മറ്റ് വ്യക്തികളിലേക്കോ മറ്റേതെങ്കിലും കാര്യങ്ങളിലേക്കോ
ഡിസ്റ്റൻസിലേക്കൊക്കെ കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുമ്പോൾ ഒരിക്കലും അങ്ങോട്ട് പോവുക മാത്രമേ ചെയ്യുള്ളൂ, തിരിച്ചിങ്ങോട്ട് വരില്ല. മനുഷ്യർക്ക് നമ്മൾ കൊടുക്കുന്ന ആൾക്ക് എന്തൊക്കെ പ്രോബ്ലം ഉണ്ടായിക്കോട്ടെ, മാനസികവും ശാരീരികവും അവരുടെ കുടുംബപരവും എന്ത് പ്രശ്നങ്ങളായിക്കോട്ടെ, അത് ഹീലാവുകയല്ലാതെ തിരിച്ചിങ്ങോട്ട് വരുന്ന ഒരു പ്രശ്നമേ ഇല്ല. കാരണം പ്രൊട്ടക്ഷൻ ഇടുന്നതുകൊണ്ടാണോ അതങ്ങനെയാണോ? അല്ലല്ല, അങ്ങനെ ഇല്ല. നമ്മളിപ്പോൾ ഈ ഉദാഹരണം, ഈ കുടത്തിൽ നിന്നും ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ എന്ന് പറഞ്ഞു തന്നെയാണ് ഉദാഹരണം. എനർജി നമ്മൾ യൂണിവേഴ്സിൽ നിന്നും എടുത്ത് അങ്ങോട്ട് കൊടുക്കുക മാത്രമേ ചെയ്യണം, തിരിച്ചിങ്ങോട്ട് വരില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തെല്ലാം തിരിച്ചു കിട്ടണം, ഏതെല്ലാം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇല്ല. അത് തെറ്റായ നമ്മുടെ ധാരണയും ഭയവും ആണ്. ആളുകളുടെ ഒരു പേടിയാണത്. അത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ വരെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരുപാട് തെറ്റിദ്ധാരണകൾ പരത്തുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ പ്രൊട്ടക്ഷൻ, റേക്കി പഠിച്ച ആൾക്കാർ പ്രൊട്ടക്ഷന് വേണ്ടി വേറെ ശാസ്ത്രങ്ങൾ പഠിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ ഈ മന്ത്രജപം തന്നെ പ്രൊട്ടക്ഷനാണ്. ഈ 3 മന്ത്രങ്ങൾ പറഞ്ഞല്ലോ, ആ മന്ത്രജപം എപ്പോഴും വേണം. ഇനി മന്ത്രം ഉരുക്കഴിക്കണം, മന്ത്രം പുരസ്ചരണം ചെയ്യണം. ഒരു പുരസ്ചരണം 1,25,00,000 ആണ്. അപ്പോൾ ആ 1,25,00,000 പുരസ്ചരണം ചെയ്യുമ്പോൾ മന്ത്രത്തിന്മേൽ സിദ്ധി വരിക എന്ന് പറയും. അതായത് നമ്മൾ ചെയ്യുന്ന ആ മന്ത്രത്തിന്മേൽ നമുക്കൊരു അധീശത്വം വരും. അതായത് മന്ത്രം പ്രപഞ്ചശക്തിയെ നമ്മൾ എപ്പോഴും വിളിക്കുന്നതിന് തുല്യമാണ് നമ്മൾ ഈ മന്ത്രജപം, എപ്പോഴും മന്ത്രജപം. ഇപ്പോൾ ഉദാഹരണം, ഒരച്ഛനും അമ്മയ്ക്കും 3-4 കുട്ടികളുണ്ടെന്ന് വെക്കട്ടെ. അതിൽ ഒരു കുട്ടി മാത്രം അച്ഛനെയും അമ്മയെ എപ്പോഴും സ്നേഹിക്കുന്നു, വിളിക്കുന്നു, പറയുന്നു, അവരോട് ചോദിച്ചിട്ട് മാത്രം എന്തും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ആ അച്ഛനും അമ്മയ്ക്കും ആ കുട്ടിയോടായിരിക്കാം കൂടുതൽ അടുപ്പവും സ്നേഹവും തോന്നുക സ്വാഭാവികമായിട്ടും. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെയാണ് നമ്മളെപ്പോഴും യൂണിവേഴ്സിനെ എപ്പോഴും വിളിക്കുന്നു. ഈ മന്ത്രജപം കൊണ്ട് അങ്ങനെയാണ് യൂണിവേഴ്സിലേക്ക് എപ്പോഴും നമ്മൾ കണക്റ്റ് ആവുകയാണ്. അങ്ങനെ വരുമ്പോൾ യൂണിവേഴ്സ് എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടാവും. നമ്മളുടെ എപ്പോഴും നമ്മൾക്കൊരു ദീക്ഷയിലൂടെ തന്നെ ഒരു റെക്കി ഗൈഡിനെ നമുക്ക് കിട്ടും. അത് നമുക്ക് കാണാൻ പറ്റില്ല, സൂക്ഷ്മമാണ്. ആ ഗൈഡാണ് പിന്നെ നമ്മുടെ ജീവിതത്തെ ഗൈഡ് ചെയ്യുന്നത്. ആ ഗൈഡ് നമ്മൾ എത്രമാത്രം മന്ത്രജപം ചെയ്യുന്നു അതിനനുസരിച്ച് ഗൈഡ് അത്രയും പവർഫുൾ ആയിരിക്കും നമ്മളിൽ. നമുക്ക് എപ്പോഴും പ്രൊട്ടക്ഷൻ ഉണ്ടാവും. മന്ത്രജപം മാത്രം മതി, നമുക്ക് പ്രൊട്ടക്ഷനാണ്. പിന്നെ നമുക്ക് 3rd ഡിഗ്രി എടുക്കുമ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന റെക്കി ഭാരതത്തിലെത്തിയതിന് ശേഷം നമ്മുടെ താന്ത്രികർ കുറച്ച് യന്ത്രങ്ങൾ അതിന് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ചില പ്രത്യേക കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടിയുള്ള നല്ല ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയുള്ള, ഇപ്പം പണം മനുഷ്യന് ഏറ്റവും അത്യാവശ്യമാണ് അല്ലേ? അപ്പോൾ ആ പണം നമുക്ക് നേടുന്നതിനുള്ള, അതായത് വെൽത്ത്, എല്ലാ തരത്തിലുള്ള സമ്പത്തും ഐശ്വര്യവും ഒക്കെ നേടുന്നതിന് വേണ്ടിയുള്ള യന്ത്രം ഉണ്ട്. അങ്ങനെ പ്രത്യേകം 3rd ഡിഗ്രിയിൽ അതുപോലെ ഒരു യന്ത്രമുണ്ട്. അത് നമ്മളെ ഏറ്റവും പ്രൊട്ടക്ഷന് വേണ്ടി നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ കുട്ടികൾക്കോ ഒക്കെ അവരെ പ്രൊട്ടക്ഷന് വേണ്ടി അവരെ ഇരുത്താൻ പറ്റുന്ന ഒരു ഡിവൈൻ എനർജി ബോക്സാണത്. അപ്പോൾ അങ്ങനെയുള്ള യന്ത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 3rd ഡിഗ്രി എടുക്കുന്നവർക്ക് അത് ഏറ്റവും പവർഫുള്ളായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ നമുക്ക് യന്ത്രങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ഞാനിരിക്കുന്നത് ആ പ്രൊട്ടക്ഷനിലാണ്. നിങ്ങളറിയില്ല, പക്ഷെ ആ പ്രൊട്ടക്ഷനിലാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എവിടെ ചെന്നാലും എവിടെ ഇരുന്നാലും ഏത് തരം ആൾക്കാരുടെ അടുത്തിരുന്നാലും നമുക്ക് ആ പ്രൊട്ടക്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ തിരിച്ചിങ്ങോട്ട് മറ്റാരിൽ നിന്നും എന്തെങ്കിലും നെഗറ്റിവിറ്റി എന്നൊരു സാധനം ഇല്ലല്ലോ ഇവിടെ. ഈ പ്രപഞ്ചത്തിന് അങ്ങനെ ഇല്ല. ആളുകൾ പറയും എങ്ങനെ നെഗറ്റീവ് പവർ അവിടുന്ന് വരുന്നു, അവിടെ നെഗറ്റിവിറ്റി ഉണ്ട്, യക്ഷിയുണ്ട്, ഭൂതമുണ്ട്, പ്രേതമുണ്ട്, അർഗുലയുണ്ട്, ദുരാത്മാവുണ്ട് എന്നൊക്കെ പറയും. അതൊന്നും അങ്ങനെയൊന്നുമില്ല. നെഗറ്റിവിറ്റി നമ്മുടെ മനുഷ്യൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ, മറ്റ് ജീവജാലങ്ങളുടെ ഉള്ളിൽ പോലും ഇല്ല. മറ്റ് ജീവജാലങ്ങൾ അവർക്ക് വിധിച്ച രീതിയിൽ മാത്രമേ ജീവിക്കുന്നുള്ളൂ. ഇപ്പോൾ ഒരു മാംസഭുക്കായിട്ടുള്ള ഒരു മൃഗം അവർക്ക് വിശക്കുമ്പോൾ മാത്രമേ മറ്റ് ജീവിയെ കൊന്നു തിന്നുന്നുള്ളൂ. അല്ലാത്ത സമയത്ത് അവരെ ആക്രമിക്കുകയോ വഴക്കിടുകയോ ഒന്നും ചെയ്യണില്ല. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. ചെറിയ കാര്യത്തിന് വരെ മറ്റുള്ളവരെ ഹിംസിക്കുന്നു, അവരോട് പക തീർക്കുന്നു, അങ്ങനെയൊക്കെയുണ്ട്. മനസ്സിൽ വെച്ചിട്ട് പക തീർക്കുന്നു, മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടി ചിന്തിക്കുന്നു.
അതൊക്കെ മനുഷ്യന് മാത്രമേ ഉള്ളൂ. ആ നെഗറ്റിവിറ്റി എല്ലാം നമ്മുടെ ഉള്ളിലാണ്. നമ്മളാണ് പല രൂപങ്ങളിൽ യക്ഷി, പ്രേതം, ഭൂതപ്രേത, പിശാചുക്കളെയൊക്കെ നമ്മളാണ് ചിന്തിച്ചുണ്ടാക്കുന്നത്. നമ്മുടെ ഉള്ളിലാണുള്ളത്. ഇപ്പോൾ കൂടോത്രം, അതുപോലെ വിഷം, കൈവിഷം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഉള്ളിലാണ്. ഇപ്പൊ ഞാൻ ഹീലിംഗ് സമയത്ത് അങ്ങനത്തെ ഉള്ള ഒരു നെഗറ്റീവ് എൻറ്റൈറ്റീസിനെയോ അല്ലെ അങ്ങനെയുള്ള അവസ്ഥകളൊന്നും കണ്ടിട്ടില്ല. ഇല്ല, അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. വിശ്വസിക്കുന്നവരാണ് അതൊക്കെ. നമ്മുടെ മനസ്സാണ് ഏതെങ്കിലും രൂപത്തെ സൃഷ്ടിക്കുന്നത് പോലും. നമ്മൾ കാണുന്ന രൂപം, നമ്മളൊരു ഏതെങ്കിലും ഒരു രൂപത്തെ കണ്ടു എന്നിരിക്കട്ടെ, ദുരാത്മാവിനെ കണ്ടു, നമ്മുടെ മനസ്സ് സൃഷ്ടിക്കുകയാണത്. അത് യഥാർത്ഥത്തിൽ അവിടെ ഉള്ളതല്ല. അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള വസ്തുക്കളും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. ഞാൻ ഒരുപാട് പരീക്ഷിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ നിന്നും, പണ്ടുള്ള വീട്ടിൽ, ഇപ്പോൾ ഗുരുവായൂർ വീടല്ല, എൻ്റെ ഞാൻ ചെറുപ്പത്തിലുണ്ടായിരുന്ന വീട്ടിൽ നിന്നും എൻ്റെ ബസ് സ്റ്റോപ്പ് വരെ പോകുമ്പോൾ ഒരു 3/4 കിലോമീറ്റർ ഉണ്ട്. അതിനുള്ളിൽ 5 കാവുകളുണ്ടായിരുന്നു. 5 കാവുകൾ എന്ന് പറയുമ്പോൾ വടമൊക്കെ ഇങ്ങനെ ഇറങ്ങി ഭൂമിയിൽ വന്ന് മുട്ടുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആലും അതൊരു കാവാണ്. കാവും അവിടെ നാഗത്തന്മാരെയൊക്കെ ഇരുത്തിയിട്ടുണ്ട്. പണ്ടൊക്കെ അവിടെ ആ പൂജകളൊക്കെ ഉണ്ടായിരുന്നതാണ്. അങ്ങനെ വലിയ 5 കാവുകൾ കടന്നിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് പോകേണ്ടത്. അപ്പോൾ കൊച്ചിലെ ഞങ്ങൾ ഒരുപാട് കഥകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ അപ്സരസുകൾ വരും, നൃത്തം ചെയ്യും, ഗന്ധർവന്മാർ വരും, രാത്രി ചിലങ്കകളുടെ ശബ്ദം കേൾക്കാം. ഇങ്ങനെ കുറേ കഥകൾ കേട്ടിട്ടുണ്ട്. മണിച്ചിത്രത്താഴിൽ ശോഭന കേട്ടതുപോലെ. പക്ഷേ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ ചില മാസങ്ങളിൽ രാത്രി നേരത്തെ രാത്രിയാകുമല്ലോ. അപ്പോൾ സ്കൂളിലെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഒരു 6-6:30 ആവും. 9-10 എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കോൺവെൻറ്റ് സ്കൂളാണ്, എല്ലാം പഠിച്ച് കേൾപ്പിച്ചിട്ടേ വിടുകയുള്ളൂ. അപ്പോൾ ഇരുട്ടാവും വരുമ്പോൾ. അപ്പോൾ ഞാൻ ആ കാവുകളുടെ നടുക്കൂടി വരുമ്പോൾ കാവിലേക്ക് നോക്കിക്കൊണ്ട് ഞാൻ പറയും, എന്തെങ്കിലും ഇതുപോലെ ഞാൻ കേട്ടതുപോലെ എന്തെങ്കിലും ശക്തികളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ എന്നെ കാണിച്ചു തരണം, എന്തെങ്കിലും രൂപത്തിൽ എന്നെ കാണിച്ചു തരണം. അങ്ങനെ ഞാനത് ഞാൻ വിറച്ചിട്ടാണ്, ഞാൻ ചെറുപ്പമാണല്ലോ, അത് പേടിച്ച് വിറച്ചിട്ടാണെങ്കിൽ പോലും അങ്ങനെ കാവിലേക്ക് നോക്കിക്കൊണ്ട് ഞാൻ വീട്ടിലേക്ക് വരും. 5 കാവുകളിലും ഇതുപോലെ ഞാൻ നോക്കിയിട്ടുണ്ട്. അത് പല ദിവസങ്ങൾ. പക്ഷെ ഒന്നും കണ്ടിട്ടില്ല. അന്ന് ആ പ്രായത്തിൽ ഞാൻ തീരുമാനിച്ചു അങ്ങനെയൊന്നുമില്ല. മാത്രമല്ല ഒരുപാട് വായന ഉണ്ടായിരുന്നു. അത് യുക്തിവാദികളുടെ ഏറ്റുകോവൂരിൻ്റെ വരെ ബുക്കുകൾ വായിച്ചിട്ടുണ്ട് ആ പ്രായത്തിൽ. അന്ന് അപ്പം ഈ മാം ദീക്ഷ എടുക്കുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ ക്ലാസ്സുകൾ ഇതുവരെ പലതും അറ്റൻഡ് ചെയ്തിട്ടുണ്ടല്ലോ, ഈ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇപ്പം സുജോക്കാണെങ്കിലും NLP ആണെങ്കിലും അപ്പം ഈ പഠിപ്പിച്ച സാറുമാർ അല്ലെങ്കിൽ ഗുരുക്കന്മാരുണ്ടല്ലോ, അവർ വഴിയും അങ്ങനെയുള്ള അനുഭവ കഥകൾ കേട്ടിട്ടില്ലേ മാം? ഇല്ല, എൻ്റെ ഭാഗ്യത്തിന് എൻ്റെ ഗുരുക്കന്മാർ അങ്ങനെയുള്ള തെറ്റിദ്ധാരണ ഒന്നുള്ളവരെ ആയിരുന്നില്ല. എനിക്ക് അത്ര നല്ല ഗുരുവിനെയാണ് കിട്ടിയത്. നമുക്ക് ഏത് ഗുരുവിനെ കിട്ടുന്നു അത് നമ്മുടെ ശരിക്കും ഒരാൾക്ക് ഏത് ഗുരുവിനെ കിട്ടണം എന്ന് പോലും അത് യൂണിവേഴ്സാണ് തീരുമാനിക്കുന്നത്. എൻ്റെ ഭാഗ്യത്തിന് ഞാൻ 1st, 2nd, 3rd ഡിഗ്രി എടുത്ത ഗുരു നല്ല ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. അദ്ദേഹം അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ, കോഴിക്കോട്. ഞങ്ങൾക്ക് പയ്യന്നൂർ വെച്ചിട്ടായിരുന്നു ക്ലാസ്. അപ്പോൾ അദ്ദേഹം ഒരുപാട് ജ്ഞാനിയാണ്. അതിന് മോഡേൺ സയൻസിലും ഉണ്ട്, നമ്മുടെ വേദങ്ങളിലും നല്ല ജ്ഞാനമുള്ള ആളായിരുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു തന്നിട്ടില്ല. ഇത് പ്രപഞ്ചം മുഴുവനും, നമ്മൾ മുഴുവനും എനർജിയാണ്, എനർജി മാത്രമാണ് എന്നുള്ള രീതിയിലേ പറഞ്ഞിട്ടുള്ളൂ. ദൈവസങ്കല്പം പോലും തന്ത്രശാസ്ത്രത്തിലൊന്നുമില്ല, നമ്മുടെ യോഗശാസ്ത്രത്തിലോ അങ്ങനെയൊന്നും. പണ്ട് പുരാതന കാലത്തുള്ള ശാസ്ത്രങ്ങളിലൊന്നും ദൈവസങ്കല്പങ്ങൾ പോലും ഇല്ല. അതൊക്കെ പിന്നീട് പുരാണങ്ങൾ വന്നതിന് ശേഷമല്ലേ. അപ്പോൾ അങ്ങനെ ഒരു പ്രപഞ്ചശക്തിയെ മാത്രം. എന്തുകൊണ്ടാണ് അഹം ബ്രഹ്മാസ്മി എന്നുള്ളതാണ് യഥാർത്ഥ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ജ്ഞാനം എന്ന് പറയാൻ കാരണം, അഹം ബ്രഹ്മം, ഞാൻ പ്രപഞ്ചം തന്നെയാണ്, പ്രപഞ്ചം ഞാൻ തന്നെയാണ്. സോഹം എന്ന് പറയുമ്പോൾ അത് ഞാൻ തന്നെയാകുന്നു, തത്വമസി, അത് നീ തന്നെ ആകുന്നു. നീ എന്താണോ തേടി ഇവിടെ വന്നത് അത് നീ തന്നെ ആകുന്നു എന്നാണ് ശബരിമല ചെല്ലുമ്പോൾ എഴുതി വെച്ചിട്ടുള്ളത് കണ്ടിട്ടില്ലേ? അയം ആത്മാ ബ്രഹ്മ, ഞാൻ തന്നെയാണ് ബ്രഹ്മം എന്ന് വെച്ചാൽ പ്രപഞ്ചം മുഴുവൻ എനർജി ആണെങ്കിൽ അത് മുഴുവൻ അത് തന്നെയാണ് നമ്മൾ, അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മൾ. പ്രപഞ്ചത്തിൻ്റെ മിനിയേച്ചർ രൂപമാണ് നമ്മൾ. അതിന് നമ്മുടെ ദർശനങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് യഥാ ബ്രഹ്മാണ്ഡേ തഥാ പിണ്ടാണ്ഡേ, എന്താണോ പ്രപഞ്ചം അത് തന്നെയാണ് പിണ്ടം. പിണ്ടാണ്ടം എന്ന് പറയുമ്പോൾ നമ്മൾ സൃഷ്ടികൾ ഓരോന്നും. അപ്പോൾ നമ്മളിൽ പ്രപഞ്ചം മുഴുവനുണ്ട്, പ്രപഞ്ചത്തിൽ നമ്മളുണ്ട്.
അപ്പോൾ ഇത് രണ്ടും വേറെയല്ല, നമുക്ക് തോന്നുന്നതാണ് രണ്ടാണെന്ന്. ഉദാഹരണം, വെള്ളം, കടലിലെ വെള്ളത്തിന് എത്ര വലിയ കടലാണെങ്കിലും പസഫിക് സമുദ്രം, അറേബ്യൻ കടൽ ഒക്കെ ഉണ്ടല്ലോ, അതിനകത്ത് വെള്ളമെന്നേ പറയുള്ളൂ, വെള്ളങ്ങളെന്ന് പറയില്ല, ഏകവചനമായിട്ടേ പറയുള്ളൂ. അപ്പോൾ വെള്ളം എന്ന് പറയുന്നത് പോലെ തന്നെ പ്രപഞ്ചത്തിലെ എനർജി, പ്രപഞ്ചശക്തി അതൊന്നാണ്. ഇപ്പോൾ വെള്ളത്തിൽ കുമിള ഉണ്ടാകുമ്പോൾ നമ്മൾ ഓരോ കുമിള, 1 കുമിള, 2 കുമിള, 3 കുമിള നമുക്ക് എണ്ണാം, വലുത് ചെറുത് അങ്ങനെയൊക്കെ നമ്മൾ വേർതിരിച്ച് പറയും. പക്ഷെ ആ കുമിള വീണ്ടും വെള്ളമായിട്ട് മാറുമ്പോൾ അത് വെള്ളം മാത്രമാവും. അതുപോലെയാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമ്മളിങ്ങനെ ഉരുത്തിരിഞ്ഞ് രൂപങ്ങളായിട്ടിരിക്കുന്നു, വീണ്ടും നമ്മൾ അങ്ങോട്ട് പോകും ഇല്ലേ? നമ്മളിനി എവിടെയായിരിക്കും കുറേ കാലം കഴിയുമ്പോൾ? നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മൾ എവിടെയായിരുന്നു? നമ്മൾ അച്ഛൻ അമ്മയുടെ ഉള്ളിലുണ്ടായിരുന്നു. അതിനു മുമ്പ് എവിടെയായിരുന്നു? അങ്ങനെ പോയിപ്പോൾ നോക്കുമ്പോൾ എങ്കിൽ നമ്മളില്ലേ? ഉണ്ട്. ഇല്ലായ്മയിൽ നിന്നല്ലല്ലോ ഉണ്ടായത്, ഉണ്ട്, പക്ഷെ സൂക്ഷ്മരൂപത്തിലൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, സൂക്ഷ്മം സ്ഥൂലമാകുന്നു, സ്ഥൂലം വീണ്ടും സൂക്ഷ്മമാകുന്നു. ഇത്രേ ഇവിടെ നടക്കുന്നുള്ളൂ. പ്രപഞ്ച ശക്തി തന്നെ പല രൂപങ്ങളായിട്ട് മാറുന്നു, വീണ്ടും അങ്ങനെ പരിണമിച്ച് പോവുകയാണ്. ആ പരിണാമം മാത്രമാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ അതിൽ നിന്നും, ആ ഒരു എനർജിയിൽ നിന്നും പിന്നെ കുറച്ച് ദുരാത്മാവ് ഉണ്ടായേക്കാം, കുറച്ച് യക്ഷി ഉണ്ടാവട്ടെ, കുറച്ച് പ്രേതാവട്ടെ, അങ്ങനെയൊന്നും ആവുന്നില്ല ഇവിടെ. ഇവിടെ ഒരു ഈ പ്രപഞ്ചത്തെ ആനന്ദ സ്വരൂപം എന്നാണ് പറയുക. അതായത് സത്വഗുണം എന്ന് പറയുന്ന ആ ഒരു തരത്തിലുള്ള അതിന് നമ്മൾ ബീറ്റ, ആൽഫ, തീറ്റ, ഡെൽറ്റ തരംഗങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? നമ്മളിൽ തന്നെ അതുണ്ട്. നമ്മളിങ്ങനെ ഇപ്പം ഇരിക്കുന്ന സമയത്ത് ബീറ്റ സ്റ്റേജിലാണ് നമ്മളുള്ളത്. ആൽഫ എന്ന് പറയുമ്പോൾ മെഡിറ്റേഷൻ ലെവലിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള എനർജിയുടെ ആ തരംഗങ്ങൾ കുറച്ച് കുറയും. 1 മിനിറ്റിൽ 4 മുതൽ 7 വരെ തരംഗങ്ങൾ എന്നുള്ള രൂപത്തിലേക്ക് മാറും. ഉറക്കത്തിലേക്ക് വീഴുന്ന ആ ഒരു ടൈമിൽ, ഉറക്കത്തിന് തൊട്ട് മുമ്പുള്ള ആ ടൈമിൽ തീറ്റ ലെവലാണ്. ഉറക്കത്തിലേക്ക് വീണ് കഴിയുമ്പോൾ അത് ഡെൽറ്റയാണ്. അപ്പോൾ ഇത് നമ്മൾ ആ ഒരു തീറ്റ ഡെൽറ്റ സ്റ്റേജാണ് ഇവിടെ പ്രപഞ്ചത്തിലുള്ളത്. അത് മെഡിറ്റേഷൻ ലെവലിനേക്കാളും കുറച്ചുകൂടി ഡീപ്പാണ്. അപ്പോൾ ആ ഒരു ലെവലിലാണ് ഈ പ്രപഞ്ചം ഉള്ളത്. അത് ആനന്ദമാണത്, ആനന്ദമയം. അപ്പോൾ ആ ആനന്ദത്തിലേക്ക് എത്താനുള്ള നമ്മളുടെ കഷ്ടപ്പാടാണ് ഈ യോഗാതന്ത്ര മാർഗങ്ങളിലൂടെ, അല്ലെങ്കിൽ ഭക്തിമാർഗം, കർമ്മമാർഗം, അങ്ങനെയുള്ള മാർഗത്തിലൂടെ നമ്മൾ ആ ഒരു ആനന്ദത്തിലേക്ക് ലയിക്കാനുള്ള അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ടാണ് ആ ഒരു ഇതിലേക്ക് എത്തേണ്ടത്. അപ്പോൾ ധ്യാനം തന്നെ ഓഷോ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന് സാധ്യമാകുന്ന ഏറ്റവും സാഹസികമായ യാത്രയാണ് ധ്യാനം എന്ന്. അത്രയ്ക്ക് പ്രയാസമാണ് ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തുന്നതിന്. അപ്പോൾ അങ്ങനെയുള്ള ഈ പ്രപഞ്ചം, ആനന്ദമയമായ പ്രപഞ്ചത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന പക്ഷെ നമ്മളായതിനു ശേഷം നമ്മുടെ ഉള്ളിൽ രജ തമോ ഗുണങ്ങൾ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് നെഗറ്റീവ് ചിന്തകളൊക്കെ വരുന്നത്. മടി, അലസത, എപ്പോഴും നെഗറ്റീവായിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ നമുക്കുള്ളത്. ആ രജ തമോ ഗുണങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയാണ് ഈ ധ്യാനങ്ങളൊക്കെ നമ്മൾ ശീലിക്കുന്നത്. അത് മാറി സത്വഗുണം മാത്രം ആയി മാറുമ്പോഴാണ് ഈ ആനന്ദം എന്നുള്ള ലെവലിലേക്ക് നമ്മൾ എത്തുക. അപ്പോൾ അതിനുള്ള പ്രയാണമാണ് ഈ ധ്യാന രീതികളെല്ലാം. അപ്പോൾ തന്ത്രശാസ്ത്രം അതിൽ തന്നെ ഏറ്റവും അൾട്ടിമേറ്റാണ്. അപ്പോൾ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ധ്യാനത്തിലൂടെ, ആ ഒരു രീതിയിലൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന തന്ത്രസാധകന് ഒരിക്കലും നെഗറ്റിവിറ്റി ഉള്ളിലുണ്ടാവുകയുമില്ല. മറ്റൊരാളിൽ നിന്ന്, മറ്റുള്ളവരുടെ ഈ മറ്റേ നെഗറ്റീവ്സ് ഒന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി അവരുടെ തന്നെ ഉള്ളിലെ നെഗറ്റിവിറ്റി ഒന്നും, അവരുടെ ഉള്ളിലെ നെഗറ്റീവ് ചിന്തകളോ സ്വഭാവമോ ഒന്നും നമ്മളെ ബാധിക്കുന്നില്ല, ഒരിക്കലുമില്ല. ആരെയും നമുക്ക് പോസിറ്റീവാക്കി കൊണ്ടുവരാൻ സാധിക്കും. നല്ലൊരു സാധകൻ്റെ സമീപത്തിരിക്കുമ്പോൾ പോലും വന്നിരിക്കുന്നവർക്ക് സമാധാനവും സന്തോഷവും കിട്ടുകയാണ് ചെയ്യാം. അപ്പം അത്രയും സാധന ചെയ്യണം. അപ്പോൾ മാം ഈ അനേക ഹീലിങ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ. മാം ഹിപ്നോതെറാപ്പി പഠിച്ചിട്ടുണ്ട്, അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, NLP ആണെങ്കിലും സുജോക്ക് ആണെങ്കിലും ഒക്കെ. പക്ഷേ റെയ്ക്കി ആണോ മാമിന് കൂടുതലായിട്ട് ദീക്ഷ കൊടുക്കാനും അല്ലെങ്കിൽ ഹീൽ ചെയ്യാനൊക്കെ റെയ്ക്കിയാണോ കൂടുതൽ കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത്? എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സുജോക്ക് റെയ്ക്കി ഹീലിംഗ് ആയിട്ടും ചെയ്യണില്ല, കാരണം അതിന് കുറേ സമയം വേണം. നമ്മൾ ഹീലിംഗ് ചെയ്യണമെങ്കിൽ നമ്മൾ എപ്പോഴും അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്ത് എപ്പോഴും പവർഫുള്ളായിട്ടിരിക്കണം. ഞാനാണെങ്കിൽ രോഗികളെ നോക്കുന്നു, അവരോട് സംസാരിക്കണം. അപ്പോൾ അത്രയും നമ്മുടെ എനർജി ലോസാണ് അവിടെ.
ഹീലിംഗ് ചെയ്യണമെങ്കിൽ അങ്ങനെ പറ്റില്ല. നമ്മൾ അതിനു വേണ്ടി മാത്രം കുറേ ഒരു സമയം നമ്മൾ നീക്കി വെക്കണം. അതിപ്പോൾ പറ്റാറില്ല. അതുകൊണ്ടാണ് ഹീലിംഗ് ചെയ്യാത്തത്. അപ്പോൾ അതേസമയം ദീക്ഷ കൊടുക്കുമ്പോൾ ഞാൻ ബാക്കിയെല്ലാം മാറ്റി വെച്ചിട്ട് പിന്നെ രോഗികളെ ഒന്നും നോക്കില്ല. ദീക്ഷ കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ അതിനു വേണ്ടി പ്രിപ്പറേഷൻ ഒക്കെ ചെയ്ത് അത്രയും ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ട് ദീക്ഷ കൊടുക്കുന്ന ദിവസങ്ങളും നേരിട്ട് ക്ലാസ്സുള്ള ദിവസമൊന്നും മറ്റാരെയും കാണുന്നില്ല. അതിനുവേണ്ടി മാത്രമായിട്ട് വെക്കും. ഹീലിങ്ങിനാവുമ്പോൾ അത് പറ്റില്ല. നമ്മൾ രോഗികളെയൊക്കെ കാണേണ്ടത് കൊണ്ട് പറ്റില്ല. പക്ഷെ അത്ര പവർഫുള്ളായിരിക്കണം ഹീലിംഗ് കൊടുക്കണമെങ്കിൽ. പിന്നെ പക്ഷേ എൻ്റെ അനുഭവത്തിൽ 100% റിസൾട്ട് റേക്കിക്കാണ്. പക്ഷെ അതിനടുത്ത് നിൽക്കും സുജോക്ക്. 98% റിസൾട്ട് സുജോക്കിനുണ്ട്. സുജോക്കും എനർജി ഹീലിംഗ് ആണ്. ഇപ്പോൾ ചൈനയുടെ അക്യുപഞ്ചർ കേട്ടിട്ടുണ്ടല്ലോ, അത് ബ്രെയിനിൽ നിന്നും 12 മെറിഡിയൻസ് ഉണ്ട് ശരീരത്തിലൂടെ പോകുന്ന. അത് ശരീരത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രെയിൻ മെറിഡിയൻ, ഹാർട്ട് മെറിഡിയൻ, ലങ് മെറിഡിയൻ, ലിവർ മെറിഡിയൻ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഓർഗനിലേക്ക് ടച്ച് ചെയ്ത് പോകുന്ന എനർജിയുടെ ഫ്ലോ ആണ്. ആ ഒരു പാത്വേ ആണ് ഈ മെറിഡിയൻ. അപ്പോൾ ആ ഭാഗത്താണ് നീഡിൽ കുത്തിയിട്ട് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് നമ്മൾ ആ എനർജിയുടെ ഫ്ലോ കറക്റ്റാക്കുന്നു, രോഗം മാറ്റുന്നു. എനർജിയാണത്. അതിൻ്റെയും അഡ്വാൻസ് ലെവലാണ് സുജോക്ക്. അത് കൊറിയയിലാണ് ഡെവലപ്പ് ചെയ്തത്. കൊറിയയിലെ പാർക്ക് ജെ വു എന്ന് പറയുന്ന ഒരു അഭിനവ ഋഷിയാണ് അദ്ദേഹമാണ് ഈ ശാസ്ത്രത്തെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. പക്ഷെ ഞാനത് പഠിച്ചു വന്നപ്പോഴാണ് അത്ഭുതം തോന്നിയത്. നമ്മുടെ തന്ത്രശാസ്ത്രമൊക്കെ കൂടി യോഗയും തന്ത്രമൊക്കെ പഠിച്ചിട്ട് അദ്ദേഹം അതുകൂടി ഇതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ കളർ തെറാപ്പി നമ്മുടെ ഇവിടെ പ്രപഞ്ചത്തിൽ 7 കളറുള്ളത് അറിയാമല്ലോ. വിബ്ജിയോർ നമ്മുടെ ബോഡിയിലും ഉണ്ട്. ചക്രാസ് എല്ലാം വിബ്ജിയോറാണ് കളർ. വയലറ്റ് മുതൽ റെഡ് വരെ. ഇതേപോലെ നമ്മൾ 10 തത്വങ്ങളുണ്ട്. 9 നവദ്രവ്യങ്ങളെന്ന് പറയും നമ്മുടെ ശാസ്ത്രങ്ങളിൽ. ആകാശം, വായു, പഞ്ചഭൂതങ്ങളും പിന്നെ കാലം, ദിക്ക്, മനസ്സ്, ആത്മാവ്, ഇങ്ങനെ നവദ്രവ്യങ്ങൾ. പ്രപഞ്ചം കൂടെ ചേർത്ത് 10 ദ്രവ്യങ്ങൾ. അത് നമ്മുടെ ഈ വിരലിലുണ്ട്, നമ്മുടെ ബോഡിയിലുണ്ട്. അതെല്ലാം ഈ വിരലുണ്ട്. അപ്പോൾ വിരലിൽ ഈ 10 തത്വങ്ങളും വിന്യസിച്ചിട്ടുണ്ട്. അതിനോരോ വിബ്ജിയോറുണ്ട്. അതുകൂടാതെ പിങ്ക്, വൈറ്റ്, ബ്ലാക്ക്. പിങ്ക് മനസ്സിന്, വൈറ്റ് ആത്മാവിന്, പ്രപഞ്ചത്തിന് ബ്ലാക്ക്. ഇങ്ങനെ 10 കളർ കൊടുത്തിട്ട് ആ കളർ തെറാപ്പി ഉണ്ട്. ആ കളർ നമ്മൾ കയ്യിൽ ചെയ്തിട്ട് അതിൻ്റെ സമാനമായിട്ടുള്ള പോയിന്റിൽ നമ്മുടെ ബോഡിയുടെ ഓർഗനിൽ ഏത് ഓർഗനിലാണോ നമുക്ക് അസുഖം അതിൻ്റെ കറസ്പോണ്ടൻറ്റ് പോയിന്റിൽ കളർ ചെയ്യുന്നു, പ്രകാശം ഏൽക്കുന്നു. ഈ കളറിൻ്റെ സമാനമായ അതിന് ഫ്രീക്വൻസി ഉണ്ടല്ലോ ഓരോ കളറിനും. അതിന് സമാനമായ ഫ്രീക്വൻസിയിലുള്ള എനർജീനെ പ്രകൃതിയിൽ നിന്നും ഇത് അബ്സോർബ് ചെയ്തിട്ട് ആ ഓർഗനിലേക്ക് കൊടുക്കുന്നു. കളർ തെറാപ്പി മാത്രം ഭയങ്കര എഫക്റ്റീവാണ്. അതിലെൻ്റെ ഒരു ഏറ്റവും ആദ്യത്തെ അനുഭവം, ഞാനിത് 2017 പഠിക്കുന്നത്. അതിന് അടുത്തൊരു ദിവസം എനിക്ക് ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. അതിന് ഞാൻ പോകുമ്പോൾ തണുപ്പ് കൊണ്ട് എനിക്ക് നല്ല ജലദോഷം വന്നു, ഭയങ്കര തുമ്മലും. എൻ്റെ കയ്യിലെ കളറൊക്കെ ഞാൻ കൈ വെച്ചിരുന്നു. അപ്പോൾ അത് ഞാൻ ഉച്ചവരെ ഇങ്ങനെ സഹിക്കാൻ പറ്റാത്ത മൂക്കൊലിപ്പും ജലദോഷമായിരുന്നു. ഉച്ചയ്ക്ക് ഞാൻ ഓർത്തു എൻ്റെ കയ്യിൽ ഈ പ്രോട്ടോക്കോളുണ്ട്, ചെയ്യുന്ന എങ്ങനെയെന്നുള്ള പ്രോട്ടോക്കോളുണ്ട്, കളർ തെറാപ്പി ഉണ്ട്, ഇതൊന്ന് ചെയ്ത് നോക്കിയാലോ എന്ന് വെച്ചിട്ട് എൻ്റെ ആദ്യത്തെ പരീക്ഷണമാണത് എന്നിൽ തന്നെ. ഞാൻ കളർ ചെയ്ത് കഴിഞ്ഞ ഒരു 2-3-4 മിനിറ്റ് കൊണ്ട് ആ കളർ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ജലദോഷവും ആ തുമ്മലും കംപ്ലീറ്റ് നിന്നു. മാത്രമല്ല നേസൽ ഈ സൈനസും എല്ലാം ഡ്രൈ ആയി. എനിക്ക് അത്ഭുതമായി, ഇത്ര പെട്ടെന്ന് ഇത് മാറുന്ന ഒരു ചികിത്സ മരുന്ന് വേറെന്തുണ്ട്, ഏത് ശാസ്ത്രത്തിലുണ്ട്? അപ്പം അത്രയ്ക്ക് എഫക്റ്റീവാണ് കളർ തെറാപ്പി പോലും. പിന്നെ നമ്മൾ കറസ്പോണ്ടൻറ്റ് പോയിന്റിൽ ഇപ്പോൾ നട്ടലിലെ കേസുകൾ നമുക്ക് ഒരുപാട് കിട്ടും. ഡിസ്ക് പ്രിലാപ്സ്, പിന്നെ മുട്ടിന് തേയ്മാനം, ഡിസ്ക് പ്രിലാപ്സ് കൊണ്ട് കാലിലേക്ക് വരുന്ന സയാറ്റിക്ക, പിന്നെ ഈ സർവൈക്കൽ വെർട്ടിബ്രയുടെ അവിടെ വരുന്ന ഇതുകൊണ്ട് സർവൈക്കൽ സ്പോണ്ടിലൈറ്റിസ്, സ്പോണ്ടിലോസിസ്, അങ്ങനെ കൊണ്ടുവരുന്ന തലയിലേക്ക് വരെ തരിപ്പൊക്കെ വരാം, കയ്യിലേക്ക് വരാം. അങ്ങനെയുള്ള കേസുകളിലൊക്കെ പഞ്ചകർമ്മയോടൊപ്പം, ആയുർവേദത്തിലെ പഞ്ചകർമ്മയോടൊപ്പം നമ്മൾ സുജോക്ക് കൂടെ ചെയ്യുമ്പോൾ എൻ്റെ അനുഭവത്തിൽ 2 ആഴ്ച, എത്ര സിവിയർ ആയിട്ടുള്ള കേസാണെങ്കിലും 2 ആഴ്ച കൊണ്ട് ഇത് മാറിയിട്ട് പോകുന്നവരുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു അനുഭവം, 2018 ഒരു കോയമ്പത്തൂരിൽ നിന്ന് ഒരു കേസ് വന്നു. അത് എവാസ്കുലാർ നെക്രോസിസ്
ഹിപ്പ് ജോയിൻ്റാണ്. അതായത് നമ്മുടെ തുടയെല്ല് വന്ന് ചേരുന്ന ഹിപ്പിൻ്റെ ഇവിടെയാണ് ഇങ്ങനെ ഡിപ്രഷനുണ്ട്. തുടയെല്ലിൻ്റെ ഹെഡ് ആൻഡ് നെക്ക് ഇവിടെ വന്ന് ചേരും. അപ്പോൾ അതിൽ പിന്നെ ഈ ഹെഡ് ആൻഡ് നെക്ക് ദ്രവിച്ചു പോകുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ വാസ്കുലർ നെക്രോസിസ് എന്ന് പറയാം. അതായത് ചെറിയ ബ്ലഡ് ക്യാപ്പിലറീസ് അങ്ങോട്ട് വന്നിട്ട് ബ്ലഡ് സപ്ലൈ നടക്കണില്ല, അതുകൊണ്ട് വരുന്നതാണ് അസുഖം. അപ്പോൾ ഒരു സൈഡ് 80%, ഒരു സൈഡ് 50% ആൾക്ക് ദ്രവിച്ചു പോയി, നടക്കാനേ പറ്റുന്നില്ല. 6 അടി 2 ഇഞ്ച് ഉയരവും അതിനൊത്ത തടിയും ഒക്കെയുള്ള വലിയൊരു അവിടുത്തെ വലിയൊരു സ്റ്റീൽ ഇൻഡസ്ട്രിയുടെ ഓണറൊക്കെയാണ് കോയമ്പത്തൂർ. അപ്പോൾ അദ്ദേഹം വന്നു, ആരോ പറഞ്ഞ് കേട്ടിട്ട് വന്നാണ് അവർ. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. വൈകിട്ട് സുജോഗ് ചെയ്യും, രാവിലെ പഞ്ചകർമ്മ ചെയ്യും. പല ആയുർവേദം അലോപ്പതി പല സ്ഥലത്തും പോയി. അപ്പോൾ കൃത്രിമമായിട്ട് മാറ്റി വെക്കണം എന്ന് പറഞ്ഞതാണ്. അങ്ങനെ ചികിത്സകളൊന്നുമില്ല എന്ന് പറഞ്ഞ കേസാണ്. ഞാനപ്പോൾ എനിക്ക് സുജോക്കിലുള്ള വിശ്വാസം കൊണ്ട് ഞാൻ അഡ്മിറ്റ് ചെയ്തിട്ട് വൈകുന്നേരം സുജോഗ് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ, കാല് കുത്താനേ പറ്റില്ലായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആൾ വണ്ടി കുറച്ച് ദൂരെ ഇട്ടിട്ട് നടന്നിങ്ങനെ വന്ന് എന്നെ കാണിച്ചു. 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ആൾ നടന്നു പോയി. അത്രയും വ്യത്യാസം വന്നു. അതെനിക്ക് തന്നെ അത്ഭുതമായിരുന്നു. കാരണം അത്തരം ഒരു കേസിന് ആദ്യമായിട്ട് ചെയ്യണമല്ലോ. പിന്നെ ആൾക്ക് നീഡിൽ കുത്തേണ്ട പോയിൻ്റ് ആൾക്കറിയാം. നീഡിൽ കുത്താനായിട്ട് നീഡിൽ കൊടുത്തയച്ചു. അതിന് ചൂടാക്കുന്നതിനുള്ള മോക്സയുണ്ട്, അത് കൊടുത്തയച്ചു. പിന്നെ കുറച്ച് ടൂൾസൊക്കെ ഉണ്ട്, പ്രോബ് അങ്ങനെയുള്ള, പിന്നെ സീഡുണ്ട്. അങ്ങനെ അതെല്ലാം പഠിപ്പിച്ച് വിട്ടു. ആളത് കുറച്ച് നാളുകൂടി അത് കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞ് വരുമ്പോൾ യാതൊരു കുഴപ്പമില്ല. അതൊക്കെ അത്ഭുതകരമായിട്ടുള്ള ഒരു മാറ്റം ആണ്. അങ്ങനെ ഒരു എഫക്റ്റ് സുജോക്കിനുണ്ട്. പിന്നെ ഒരു ലങ്സിൽ ഭയങ്കര ലംബ് പോലെയൊക്കെ വന്ന കേസ്, അങ്ങനെയുള്ള കുറച്ച് സിവിയറായിട്ടുള്ള കേസിൽ സുജോക്ക് കൊണ്ട് മാത്രം അവർക്ക് മാറി. അവർ 2-3 വർഷമായി. ഇപ്പോഴും അവർ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അവർക്കൊരു അവരുടെ ഉള്ളിലെ പേടി മാറുന്നതിന് വേണ്ടി അവരിപ്പോഴും വന്ന് ചെയ്യുന്നുണ്ട് സുജോക്ക്. അപ്പോൾ അങ്ങനെ സുജോക്ക് ഭയങ്കര എഫക്റ്റീവാണ്. അതെ അതെ, സുജോക്കാണ് ഏറ്റവും എഫക്റ്റീവ്. ഞാൻ ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. പഞ്ചകർമ്മ ചെയ്യുന്നവർക്ക് തന്നെ ചെയ്യും, അതോടൊപ്പം സുജോക്കും കൂടി. അതിൽ നട്ടലിന് വരുന്ന കേസുകൾ ഇഷ്ടംപോലെ വരാറുണ്ട്. അതുപോലെ മുട്ട് തേയ്മാനം, മുട്ട് മാറ്റിവെക്കണമെന്ന് പറഞ്ഞ കേസുകൾ ധാരാളം. അതിൽ ഞാൻ ഇറക്കി ചെയ്യും, അത് മാറും. പക്ഷേ ഈ നമ്മുടെ മുട്ടിൻ്റെ ആ ഒരു ജോയിൻറ്റിൻ്റെ അവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഇപ്പോൾ എക്സ്റേ എടുക്കുമ്പോൾ ആ ഗ്യാപ്പ് ഒരു അല്പമെങ്കിലും അവിടെ വേണം. ഒരു നൂല് കിടക്കാവുന്ന പോലെ ഒരു ഗ്യാപ്പെങ്കിലും വേണം എന്നാൽ ഞാൻ പറയും അത് മാറ്റിത്തരാം. കാരണം അത് ഒട്ടിപ്പോകുന്നൊരവസ്ഥയുണ്ട്. അങ്ങനെ വന്നാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒട്ടുന്നതിന് തൊട്ട് മുന്നുള്ള അവസ്ഥയിൽ വരെ വന്നാലും അത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് സുജോക്ക് കൂടെ ചെയ്ത് പഞ്ചകർമ്മയും കൂടെ ചെയ്യുമ്പോൾ അത് മാറും. അങ്ങനെ ധാരാളം. പിന്നെ നമുക്ക് പാങ്ക്രിയാസിൽ കല്ല്, കിഡ്നിയിൽ കല്ല്, ഗാൾ ബ്ലാഡറിൽ കല്ല്, അങ്ങനെ ഒരുപാട്. അപ്പോൾ തൈറോയ്ഡൊക്കെ ഇങ്ങനെ ഗോയിറ്റർ പോലെ വരുന്നത്, അങ്ങനെ ഏത് രോഗത്തിനാണെങ്കിലും സുജോക്ക് കൂടെ ചെയ്യുമ്പോൾ മാറും. പക്ഷേ ഇത്തരം കേസുകൾക്ക് റെക്കി അവർ സ്വയം പഠിച്ചിട്ട് റെക്കി ചെയ്യാൻ പറയും. എനിക്ക് ഹീലിംഗ് കൊടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഇതിലെല്ലാം റെക്കി 100% എഫക്റ്റീവാണ്. പക്ഷെ അവർ അത് പഠിച്ചിട്ട് ചെയ്യല്ലെങ്കിൽ ചിലപ്പോൾ രോഗികൾക്ക് പഠിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാകും. അങ്ങനെയാണെങ്കിൽ അവരുടെ അമ്മയോ അല്ലെങ്കിൽ അവരോട് അത്ര ഇമോഷണലി ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള ഒരാൾ പഠിച്ചിട്ട് അവർക്ക് രാവിലെയും വൈകിട്ടും ഒക്കെ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറയും റെക്കി ആകുമ്പോൾ. പിന്നെ ഇതിപ്പോൾ സുജോക്ക്, ഇതെല്ലാ രോഗത്തിനും ഇത് രണ്ടും പറ്റും. ഇത് കൂടാതെ ഹിപ്നോതെറാപ്പി, മാനസികമായിട്ട് ഭയങ്കര പ്രോബ്ലം ഉള്ളവരാണ് നമ്മുടെ ഇടയിൽ കൂടുതലും. ആകാംക്ഷ, വിഷാദം, കോൺഫിഡൻസ് കുറവ്, എപ്പോഴും ഭയം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തോടുള്ള ഭയം, പരീക്ഷയോടുള്ള ഭയം, അങ്ങനെ ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ. ചിലർക്കത് അമ്മയുടെ വയറിനുള്ളിൽ കിടക്കുമ്പോൾ അമ്മയ്ക്കുണ്ടായ ആഘാതമായിരിക്കാം, അത് കുട്ടിയെ ബാധിക്കും. അപ്പോൾ കുട്ടി അമ്മയുടെ ശരീരത്തിൽ നിന്നല്ലേ രക്തവും ആഹാരവും വായുവും എല്ലാം സ്വീകരിക്കുന്നത്. അപ്പോൾ അമ്മ എന്തനുഭവിക്കുന്നു അത് കുട്ടിയെയും ബാധിക്കും. അതുമുതൽ പിന്നെ ഓർമ്മ വയ്ക്കാത്ത കാലത്തിനുള്ളിൽ കുട്ടി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മുഴുവനും കുട്ടിയുടെ ഉള്ളിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കും. പിന്നെ വളർന്നു വരുന്ന പ്രായത്തിൽ നമ്മൾ കേൾക്കുന്ന ഒരുപാട് അരുതുകളും
അല്ലേ? ഒരുപാട് മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരുപാട് നെഗറ്റീവായിട്ടുള്ള വാക്കുകളും വേദനിപ്പിക്കുന്ന വാക്കുകളും അനുഭവങ്ങളും എല്ലാം ഇത് സബ് കോൺഷ്യസ് മൈൻഡിൽ കിടന്നിട്ട് അവർക്ക് പോലും അറിയില്ല ഇങ്ങനെ ഉള്ളിലുണ്ടെന്നുള്ള കാര്യം. അങ്ങനെ കിടന്നിട്ട് അത് രോഗമായിട്ട് പിന്നീട് പരിണമിക്കും. അങ്ങനെയുള്ള കേസുകൾ നമുക്ക് അത് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. അങ്ങനെയുള്ള കേസുകളിൽ അതെ അതെ അപ്പം അങ്ങനെയുള്ള കേസുകളിൽ ഹിപ്നോതെറാപ്പി ചെയ്യും. പിന്നെ എനിക്ക് കിട്ടാറുള്ളത് ചില പ്രശ്നങ്ങൾ കാരണം ആത്മഹത്യയുടെ വക്കീൽ വരെ എത്തിയ കേസുകളുണ്ട്. അല്ലെങ്കിൽ ആ വീട്ടിലെ ഒരാളുടെ പ്രശ്നം കാരണം കുടുംബത്തിലെ മൊത്തം ആൾക്കാരും ആത്മഹത്യ ചെയ്യാമെന്ന് തീരുമാനിക്കുന്ന ചില അവസരങ്ങളുണ്ടാവും. അങ്ങനെയുള്ള കേസൊക്കെ എനിക്ക് അഡ്വക്കേറ്റുമാർ തന്നെ അയക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ ഹിപ്നോതെറാപ്പി ചെയ്യും.